ಸರ್ 15 ಕಿಲೋಮೀಟರ್ ಆಯ್ತು. ಏನಾದ್ರು ನೀನು ಅಷ್ಟಕ್ಕಾಯ್ತಾ? ನಿಂದು ಲೈಸೆನ್ಸ್ ಅಲ್ಲಿ, RC ಬುಕ್ ಅಲ್ಲಿ, ಟೋಕನ್ ತರ್ಸೋ. ಸರ್ ಏನ್ ಮಾಡ್ಬೇಡ. ಏನ್ ಮೀಟರ್ ಇದು? ಆ ಗಾಡಿ ಪೊಲೀಸ್ ಸೀದಾ ಬಿಟ್ಬಿಟ್ಟು. ನನ್ನ ಸರ್ ಒಟ್ಟಪಾಡಿಗೆ ದಯವಿಟ್ಟು ಏನ್ ಮಾಡ್ಬೇಡ ಸರ್. ನಿನ್ ಪೋಕಚಲ್ಲಿ ಎಷ್ಟಿದು? ಏನ್ లేదు. ಸತಿಗೋ ಏನ್ ಮಾಡ್ತಾ ನೀವು ಇಲ್ಲಿ ಮಾತಾಡ್ತಾ ಯಾರೇನು ಇಲ್ಲ ಅಂತ ತಲೆಕೊಂತೀಯಾ? ഓ മാരക കേസ് കിട്ടാണല്ലോ. എന്താ മാരകോ? ഹലോ 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 അല്ല പൈലോ, എക്സി പൈലോ. ഞാൻ എവിടുന്നാ? ഞാൻ കുറെ ദൂരം. അവിടെ പോലീസ് ഇല്ലേ, ലോ ആൻഡ് ഓർഡർ ഇല്ലേ, ക്രൈം ആൻഡ് പണിഷ്മെന്റ് ഇല്ലേ, ട്രാഫിക് റൂൾസ് ഇല്ലേ, അബ്കാരി ആക്ട് ഇല്ലേ? എന്തോ വേണം സാറേ? നിയമം നടപ്പിലാക്കണം. ഓ ഒരു 25 രൂപയ്ക്ക് നടപ്പിലാവോ? അതങ്ങ് കേരളത്തിലെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാൽ മതി. ഇതുകൊണ്ടങ്ങ് നടപ്പിലാക്ക് സാറേ. ഇതെന്താ സാധനം? ജോണി വാക്കർ. തന്റെ പേരല്ലേ ചോദിച്ച? കള്ളിന്റെ പേര് തന്നെ പറഞ്ഞ ജോണി വാക്കർ. എന്താ ജോണി വാക്കർ? പോ. ഞാൻ പോണോ സാറേ? അല്ലേ വേണ്ടി ഇവിടെ തന്നെ നിന്നോ. ഞാൻ പോട്ടെ. അച്ചായൻ ഇതെന്താ ഇത്? സർപ്രൈസ് വിസിറ്റ്? ഒന്നുമില്ല, അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് പോന്നേക്കാന്ന് വെച്ചു. നാളെ ഇവിടെ ടൗണിൽ ഇച്ചിരി പണിയുണ്ട്. പിന്നെ എന്നെ ഉണ്ടേ? എത്ര കാലം കൊണ്ട് വിളിക്കുന്നതാ, ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. എല്ലാം ഒന്ന് ഒത്തുവരണ്ടേ? എന്നാ ഉണ്ട് വിഷ്ണു? അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ റൂമൊന്നും എടുത്തിട്ടില്ല. നമുക്ക് ഹോസ്റ്റലിൽ പോകാം. ഓൾറെഡി കൊള്ളാം. നല്ല കലക്കം ക്യാമ്പസ്. ക്യാമ്പസ് ഒക്കെ കൊള്ളാം, പക്ഷെ പിള്ളേര് പിഴയാ. അതിപ്പോ ഒരു കോളേജ് ആകുമ്പോ അടിച്ചുകൂടി പാടിപ്പോയി കാണുന്നത്. ചോണിച്ച നല്ല ടൈമിനാ വന്നത്. നാളെ ഞങ്ങളുടെ ഹൗസസ് കോമ്പറ്റീഷനാ, വെസ്റ്റേൺ ഓർക്കസ്ട്ര. ഇവിടെ നമ്പർ 1 ആയാലും ഇന്റർ കോളേജിന് സെലക്ഷൻ ഉണ്ട്. ഞങ്ങൾ സ്നാപ്പിന്റെ നമ്പറില്ലേ ജുംബാഹോ, അതാ കാച്ചുന്നത്. അത് കൊള്ളാമല്ലോ, മാരക നമ്പർ അല്ലേ? ആകെ ടെൻഷനാ, ലേഡീസുകാരെയാ പേടി. അതെടുത്ത് മാറ്റണോ? എന്റെ പൊന്ന് സാറേ, സത്യത്തിൽ അലമ്പുണ്ടാക്കാൻ വേണ്ടി അല്ല കേട്ടോ. താൻ ഇങ്ങോട്ട് മാറിയെന്നെ, ഇങ്ങോട്ട് മുമ്പോട്ട് പാടോ. ആര് പറഞ്ഞിട്ടോ താൻ ഈ സ്റ്റുഡൻസിന്റെ കൂടെ സ്റ്റേജിൽ കയറിയത്? ആരും പറഞ്ഞിട്ടില്ല. സിറ്റുവേഷൻ എങ്ങനെയായപ്പോ ഞാനും കയറിയെന്നുള്ളൂ. എന്ത് സിറ്റുവേഷൻ? സാറേ, ഡ്രംസ് വായിക്കുന്ന ഷെല്ലി എന്ന പയ്യനെ ഭീഷണിപ്പെടുത്തി ഹോസ്റ്റലിട്ട് പൂട്ടിരിക്കുക. ആര് പൂട്ടിയത്? ഷെല്ലിയെ സ്വാമി ഹോസ്റ്റൽ റൂമിൽ പൂട്ടിയിട്ടിരിക്കുക സർ. അപ്പൊ പിന്നെ ഇവരെന്നാ ചെയ്യാനാ? സാറ് പറ. ഞാൻ പിന്നെ മ്യൂസിക്കിന്റെ ഫീവറിലും കയറുകയും ചെയ്തു. പിന്നെ ഈ പിള്ളേരായിട്ട് തല്ലുമ്പോ ഞാൻ എങ്ങനെ സാറേ നോക്കി നിൽക്കുന്നത്? ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങളൊക്കെ പൊക്കോളി. താൻ അവിടെ നിന്ന് താൻ ആ ഡ്രംസ് പ്ലേ ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആ തല്ലും അതൊരു അത്യാവശ്യമായിരുന്നു. ആ തല തെറിച്ചവന്മാർക്ക് 2 കിട്ടേണ്ട കാലം കഴിഞ്ഞതാ. തന്നെപ്പോലൊരുത്തൻ ഈ കോളേജിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊന്ന് നെഞ്ചു വിരിച്ച് നടന്നേനെ. എനിവേ, നൈസ് ടു മീറ്റ് യു. ഐ എം കല്യാണരാമയ്യർ. ജോണി വർഗീസ്. ഈ കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അതിന്റെ നഷ്ടം ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്. ഹലോ ജോണി വാക്കർ, ഗുഡ് ഈവനിങ്. ആ വന്നാട്ടെ സാറേ. പോയില്ലേ അല്ലേ? പോയെങ്കിൽ ഇവിടെ കാണുമായിരുന്നു. ഏതാ വാക്കർ ഈ പിള്ളേര് സെറ്റ്? എന്താ വിളിച്ച? വാക്കർ? ജോണി വാക്കർ. നല്ല പേര് ജോണി വാക്കർ. ചളവാക്കിയല്ലോ എന്റെ സാറേ. ഇനി ഇവന്മാരെ എന്നെ അതേ വിളിക്കൂ. നല്ല വീശാണല്ലോ. ഒരു വീർ വിടുന്നോ? ഏയ്, വീറൊക്കെ നിങ്ങൾ പിള്ളേർ കുറച്ച് വയറും നിർപ്പിച്ച് മുള്ളിക്കള. എനിക്ക് ഹോട്ട്സ് ആണ് ഇഷ്ടം. അങ്ങനെ കൊച്ചാക്കാതെ സാറേ, നമ്മളും ഹോട്ട്സിന്റെ ആളാ. എത്ര എണ്ണം വിടും ഒരേ ഇരിപ്പില്? ഒന്നാഞ്ഞിരുന്ന ഒരു ഫുള്ള്. അയ്യോ ഇളനങ്ങനെ കൊച്ചാക്കണ്ട. വാങ്ങിച്ചാ കാണിച്ചു തരാം. ശരി, ഞാനിപ്പോ നല്ല ബീറിന്റെ പുറത്ത് നിൽക്കാം. ഇനി തുടങ്ങിയാലും ഹെഡ് കോൺസ്റ്റബിൾ അത്തെ അടിക്കുന്ന എന്റെ 10 പേക്ക് കൂടുതൽ ഞാൻ അടിക്കും. എന്നാ പറയുന്നത്?
ചുമ്മാ ഡാവടിക്കാതെ വാക്കറേ. വേണ്ട, പന്തയം വെച്ചോ. നിങ്ങൾ ജയിച്ച 50 ഫുൾ ജോണി വാക്കം. വേണ്ട, എനിക്ക് എന്റെ കാശ് ഞാൻ മതി. ശരി, അപ്പൊ ഞാൻ ജയിച്ചാലോ? ജയിച്ച പിന്നെ ഒരു ഫുൾ ജോണി വാക്കർ. ഓക്കെ ഓക്കെ. ആ വെക്ക്. മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് വീട്ടിലെത്തിച്ചേക്കണേ. പറയുന്നത് കേക്ക്. അയ്യോ സാറേ, കുടിക്കടോ. നടക്കും, ഇല്ലെങ്കിൽ നടത്തും. മനസ്സിലായില്ലേ? ഞാനാ പറയുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, അയാൾ എന്റെ സ്റ്റുഡന്റാ. വേണ്ടി വന്നാൽ ഞാൻ അവിടെ വരെ പോകും. പിന്നല്ലേ ഈ കോളേജ് മാനേജ്മെന്റ്. ജോണി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഏറ്റവും അടുത്ത് തന്നെ താൻ കോളേജിൽ ജോയിൻ ചെയ്യുന്നു. പോരെ? ഫൂളിഷ്നസ്, അട്ടർ ഫൂളിഷ്നസ്. പ്രിൻസിപ്പൽ സാർ പറഞ്ഞ ഉദ്ദേശത്തെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മൈൻഡ് യുവർ ടങ് മിസ്റ്റർ പണിക്കർ. എന്താ ഫൂളിഷ്നസ്? അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് വേക്കൻറ്റ് സീറ്റിൽ അഡ്മിഷൻ കൊടുക്കുന്നോ? അല്ല സാർ, അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ അല്ല, അയാളുടെ പ്രായം. എന്താ പ്രായത്തിന്? ഈസ് ഓൺലി 36. ഈ പ്രായത്തിൽ അയാൾ തുടർന്ന് പഠിക്കാൻ മുന്നോട്ട് വരികയല്ലേ? അപ്പൊ ആ സ്പിരിറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് അയാൾക്ക് വേണ്ട പ്രോത്സാഹനം നൽകുകയല്ലേ വേണ്ടത്? എല്ലാം ശരി, പക്ഷെ ഈ പറയുന്ന ജോണി വർഗീസ് കുഴപ്പക്കാരനാണ്. കഴിഞ്ഞ ദിവസം അയാൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ സാറിന് ഓർമ്മയുണ്ടല്ലോ. നിർത്തണം മിസ്റ്റർ. ഈ കോളേജിൽ വലിയൊരു വിഭാഗം കുട്ടികൾ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് മിസ്റ്റർ പണിക്കർക്ക് അറിയാമല്ലോ. അതിന് കാരണക്കാരനായ ഒരുത്തന്റെ പേരിൽ ഇതേ ബോർഡിന്റെ കീഴിൽ മരിച്ചുപോയ നമ്മുടെ സഹപ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നതാ. എന്നിട്ട് എന്തായി അറിയാമല്ലോ? ഇന്നും മയക്കുമരുന്ന് കച്ചവടവുമായി അവൻ ഈ കോളേജിലുണ്ട്. അവനെ നിങ്ങൾക്ക് ഇവിടെ പൊറപ്പിക്കാമെങ്കിൽ ജോണി വർഗീസിന് അഡ്മിഷൻ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. യൂണിവേഴ്സിറ്റി തീരുമാനമൊക്കെ പുറകെ വരും. പക്ഷെ അടുത്ത വർക്കിംഗ് ഡേ മുതൽ ജോണി വർഗീസ് ഫസ്റ്റ് DC എക്കണോമിക്സ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കും. അതെന്റെ തീരുമാനമാണ്. 31, 32, 33, 34. 31. സാറേ ഞാൻ തന്നെയാണ് 34. So what? വാതിൽ വെളിയിൽ നിന്ന് കൂവയാണ് വേണ്ടത്. ആ ഗെറ്റിൻ. Silence! Silence! Stop it! Come on. Once again, I am starting from the basic economic systems. The economic system can be defined as the sum total of arrangements. എന്താണ് ഇത്? ടേപ്പ് റെക്കോർഡറാണ് സാർ, സാറിന്റെ ലെക്ചർ. തനിക്ക് എന്താ എഴുതിയെടുക്കാൻ പറ്റില്ലേ? ഓ, ഞാൻ അങ്ങനെ എഴുതാറൊന്നുമില്ല സാറേ, ടൈപ്പ് റൈറ്ററാ പതിവ്. അതിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവന്ന ശബ്ദത്തിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. The economic systems can be defined as the sum total of the arrangements made for production and distribution of goods and services. You know, there are three: capitalism, socialism, and mixed economy. You know, America is a good example for capitalism, Russia for socialism, and our country is a mixed one.